എന്നാ ശരി. അല്ല അത് ഞാൻ കൈ പിടിക്കാം. ഇവിടെ മൊത്തം വണ്ടികളുള്ളതാ. അല്ല ഓരോരുത്തർ വന്നതിന്റെ വണ്ടിയാ. ഏതാ ചേട്ടൻ്റെ? അതാ ക്രെറ്റ. അതതിന്റെ ഫ്രണ്ടിൽ കിടക്കണം. പിന്നെ പഴയ ആളുടെ ഒരാളുടെ ഇപ്പൊ ഒരു ഒന്നല്ലേ ചേട്ടനോട് പറഞ്ഞിട്ട് കേക്കണ്ടേ, മാറ്റണേ ഇല്ല. കാശിന്റെ അഹങ്കാരം. ഞാൻ അത്ര എനിക്കല്ലേ. അയ്യോ എല്ലായിടത്തും പിന്നെ അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ബാഗ് പകുതി ആയുള്ളൂ. വന്നപ്പോ എന്നാണ് അടുത്ത ആഴ്ച വരാനുള്ളത്. സാം ജോസഫ് മാത്യു എന്നാണ്. വീട്ടിൽ വിളിക്കാത്തൊരു പെരുമാറില്ല. അങ്ങനെ ഇട്ടപ്പോ തന്നെ കുട്ടി സാമി ഇതുവരെ അത് കുട്ടി വിളിക്കാൻ തുടങ്ങില്ല. വേറെ എന്തെങ്കിലും പേര് കെട്ട് വിളിക്കട്ടെ. എന്തായി കാര്യങ്ങളൊക്കെ? ഇങ്ങനെ നടക്കുന്ന ഇനിയിപ്പോ ഇവിടെ വന്നിട്ടല്ലേ ഇനിയിപ്പോ ബാക്കി പർച്ചേസും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യണം. അനിയനുണ്ടോ ഇവിടെ? വരുന്നില്ലേ? 3 ആഴ്ച ഉണ്ടല്ലേ? ഇതൊക്കെ ഉണ്ടോ അപ്പൊ മറ്റേ കല്യാണത്തിന് മുന്നേ പ്രീ മാരേജ് ഇതൊരു ഉണ്ടോ? അതെവിടെയാ ഇപ്പം? അതവിടെ പോയി സ്റ്റേ ചെയ്യണം. സ്റ്റേ എന്തോ നിങ്ങൾക്ക് അങ്ങനല്ലേ സ്റ്റേ ചെയ്തല്ലേ? ചേട്ടൻ പോയിന്റെ പറഞ്ഞായിരുന്നു. മലമ്പായി ഒരുമാതിരി കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഫുള്ള് റോസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. അത് പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അവർക്ക് എങ്ങനെയായിരുന്നു പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ദിവസം വീട്ടുകാരൊക്കെ വരാനാണ്ട് പറയും. അതെ വീട്ടുകാരെ അവിടെ ലാസ്റ്റ് ദിവസം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നിട്ട് അവര് വന്നു കഴിയുമ്പോൾ പിന്നെ എന്താ അവിടെ കാല വീണിട്ട് എന്തോ പരിപാടികളൊക്കെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കും. നമ്മൾ മുട്ടക്കുത്തി അവരുടെ കാല വീണിട്ട് എന്തോ നടക്കിയ പരിപാടികളൊക്കെ. അങ്ങനെയൊക്കെ പരിപാടിയാണോ? അത് എനിക്ക് അത് കാനപ്പള്ളി രൂപതയിലാണോ? ചേട്ടനൊക്കെ അണക്കരയിലായിരുന്നു ധ്യാനം വെച്ചത്. അവിടെ മാത്രമുള്ള പരിപാടിയാണോ അതോ കാനപ്പള്ളി രൂപതയിലാണോ അറിയില്ല. ധ്യാനത്തിന്റെ മെയിൻ സ്ഥലമല്ലേ? ശരി. അതുകൊണ്ടാണോ സംശയമുണ്ട്. പരിപാടിയാ 3 ദിവസം. അത് ഫോണെല്ലാം എടുത്ത് വെക്കുമല്ലോ. ഫോണൊക്കെ എടുത്ത് പോകും. അവിടെ എങ്ങനെയാ ഫോണൊക്കെ സ്വിച്ച് ഓഫ്, ഒന്നെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ അങ്ങോട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. അങ്ങനെ എന്തോ ചിലപ്പോൾ ഇവിടെ വേറെ ആയിരിക്കും കേട്ടോ. കോട്ടയത്ത് വേറെ രീതിയായിരിക്കും. നീ പോയിട്ടെന്നാ നീ വരുമോ? പിന്നെ ഞാൻ ഇതിനനുസരിച്ചാണ് ബുക്ക് ചെയ്യുന്നേ. ഇതുവരെ ബുക്ക് ചെയ്തില്ല, ഇനി ബുക്ക് ചെയ്യണം. 3 ആഴ്ച ഉള്ളതുകൊണ്ട് അതെ വരണം. തീർച്ചയായിട്ടും. 8 തിങ്കളാഴ്ച അല്ലേ? മധുരമ്മ ഇപ്പൊ 6. മറ്റേ ആളുടെ വീട് എവിടെയാട്ടാ? ഇവിടെ തന്നെ ഈ പച്ചപ്പുഴ. മറ്റേ ഷോണിന്റെ അവിടെ. ഷോന്റെ ആണോ? വീടിന്റെ അടുത്ത് ഉണ്ടായിട്ടാ. വന്നു ഇപ്പം. നേരത്തെ അറിയാന്നോ അതോ അവിടെ? നേരത്തെ അറിയായിരുന്നോ? അല്ല നേരത്തെ അറിയാന്ന് വെച്ചാൽ UK ചെന്ന് അങ്ങനെ അവിടെ നിന്നാണോ അതോ ഇവിടുന്ന് അറിയാന്നല്ലേ? പട്ടിക്കുഞ്ഞിനെ തപ്പാണ്.
കുരയ്ക്കുന്നില്ല, ഇത് പോകുന്നില്ല, ഇതങ്ങനെ ഇവിടെ നിൽക്കുവാ. വന്നിരിക്കുക. ആ വീടിന്റെ അകത്ത് ആ പാറ അടുക്കളക്കൂടെ അങ്ങോട്ട് കയറിട്ട് എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ആണോ നിൽക്കുന്നത്? വലിച്ചിട്ടൊക്കെ അന്ന് ബെൽറ്റ് ഇല്ലാതെ കണ്ടത് വന്നവരെന്ന് തോന്നുന്നു. എന്നിട്ട് ഒപ്പാണെങ്കിൽ അവസാനം എന്തോ അതിനെ എന്ന് വെച്ചാൽ നമ്മൾ എറിയുന്ന പോലെ കാണിച്ച ഒരു അനക്കമില്ല, ഒരു കൂസലും ഇല്ല. വീട്ടിലെടുക്കാൻ പട്ടി അങ്ങനെ എന്തോ ഭയങ്കര പേടിയായി പോയി. പെട്ടെന്നൊരു സാധനം അത് അടുക്കളക്കകത്ത് കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഒപ്പ അവസാനം കണ്ട് എന്തോ സാധനമാണ് ഇട്ടിട്ട് കുറെ അടി കൊടുത്തിട്ടുണ്ടാകുന്നത്. പുറത്തെത്തിയിട്ട് അത് പോകുന്നില്ല. പിന്നെ അതിന്റെ എന്തൊരു കയറാന്ന് ഇട്ടിട്ട് അതിനെ വലിച്ചോണ്ട് പോയത്. അതിങ്ങനെ എന്നിട്ട് വലിച്ചോണ്ട് പോയിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. തെന്നിയാണ് മെറ്റലിൽ കൂടെ തെന്നിയാണ് റോഡ് വരെ കൊണ്ടുപോയത്. അല്ല അന്നേരം അത് ആരുടെ അന്നേരം അറിയില്ല. അന്നേരം അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ നാട്ടുകാരോടൊക്കെ ചോദിച്ചതാക്കി? അത് പിന്നെ അവിടെ കൊണ്ടാക്കി. പിന്നെ അവര് വന്ന് എടുത്തോണ്ട് പോയി. ആ പട്ടി അതുവഴി ആ പുള്ളി ഇപ്പൊ നടത്തുമ്പോഴാണ് ജീവനുണ്ട്. ഈ വ്ളോഗ് എന്നാണ്, കല്യാണത്തിന്റെ എന്നാണ്? കല്യാണത്തിന് പ്രൊജക്ടറിൽ ആണോ? ഫുള്ള് അത് എവിടെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ അല്ല, കട്ട്സ് മാത്രം മതി. അങ്ങോട്ട് കിട്ടോ? അല്ല കല്യാണത്തിന് റിലീസ് ചെയ്യാനാണെങ്കിൽ അങ്ങോട്ട് വെച്ചോ. കല്യാണം വരും. അയ്യോ അത് വേണ്ട. എവിടെയാണ്? ആ പിന്നെ ആ പള്ളി കുരിശുകൾ ആ സൈഡ് എടുത്താ ഇവിടെ ഈ റൈറ്റിൽ ആ വണ്ടിയുടെ പുറകിലായിട്ടുള്ള നിർത്തുന്നു. അല്ലെങ്കിൽ ലെഫ്റ്റോ എവിടെയാണ് നിർത്താം. അവിടെ നിന്ന് കേട്ടോ. നമുക്ക് ഇവിടെ നിർത്താം. പിന്നെ എത്ര മാസം ഉണ്ട്? 24 പോകുന്ന അടുത്ത ചോദ്യം. മതി. എന്റെ കുറെ വ്ലോഗ് വന്നിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലല്ലോ അറിയാൻ. എവിടെ ആരിടുന്ന ഫസ്റ്റ് എവിടെ ഇടുന്ന ഇതൊക്കെ? ഇതൊക്കെ യൂട്യൂബിലുണ്ട്. സ്വന്തം കുഴി തോണ്ടി ഇവിടെ നോക്കട്ടെ, ഞാനും കാണിക്കത്തില്ല. ടെടി എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അല്ലേ? വാക്ക് വിത്ത് ടെടി അല്ലേ? അങ്ങനെയാണോ? ഡേ വിത്ത് ടെടി ഈ ഭാഗത്തൊക്കെ മൊത്തത്തിൽ അല്ല, ഒന്ന് സെർച്ച് ചെയ്യണ്ടോ? മറ്റേതുണ്ട് ഇതാ എക്സ്റ്റേർട്സ് ആകുമ്പോഴത്തേക്കും ശരിയാ മിന്നലുണ്ടായിരുന്നല്ലോ. കണ്ടോ? ഇപ്പൊ ചുമ്മാ സ്ക്രീൻ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ആ മണ്ടൊക്കെ ഒക്കെ ഉള്ളു. മറ്റേ സെറ്റിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം വരും. എവിടെ ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതേ ഇങ്ങോട്ട് പോയിട്ട് വല്ലതും നടക്കും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. പക്ഷെ നടുക്കൂടെ അപ്പോൾ ഒരു മഞ്ഞ എന്തൊരു ഫെയ്ഡായിട്ടുണ്ട് മൊത്തത്തിൽ. നേരിട്ട് പാലയിലുള്ള സാംസങ് കൊണ്ട് ആ ഒരു മൊത്തം ഡയഗ്നോസ് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ ഒരു ജോബ് ഷീറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം അല്ല റേറ്റ് പറഞ്ഞില്ല, മാറ്റണമെങ്കിൽ 17 രൂപ ഉണ്ടാവും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാറ്റേണ്ട, ഇമാരോട്ട് ചോദിച്ച് എന്തെങ്കിലും വഴി സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാനിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം അമ്മമാർ ഒരുത്തൻ കഴിഞ്ഞ മാസം മെയിൽ ഒരുത്തൻ ഇതുപോലെ അടിയുണ്ടാക്കിയിട്ട് അവന് മാറ്റി കിട്ടിയെന്നുണ്ട്. പക്ഷെ അത് വലിയ പ്രോസസ്സാണ്. അതിന് സാംസങ്ങിൻ്റെ സിഇഒയ്ക്കും സർവീസ് ആയിട്ട് ഇമെയിൽ അയക്കണം. പിന്നെ അവരാദ്യം നെഗറ്റീവ് വരുവാണെങ്കിൽ പിന്നെ കൺസ്യൂമർ ഒരു ഓൺലൈൻ കൺസ്യൂമർ കോർട്ടിൽ അത് ഫയൽ ചെയ്യണം. അതിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവൻ ഫയൽ ചെയ്ത് വരുന്നു. നീ അന്ന് പറഞ്ഞ അവൻ റെഡിയാക്കി എന്ന് പറഞ്ഞവന് അല്ലെ അത് ഇനി വേറെ എടുത്താണ്. ഇത് ഫോർത്തിന്റെ അകത്ത് മറ്റേ മെമ്പേഴ്സ് പറഞ്ഞിട്ടൊരു ആപ്പ് ഇല്ലേ സാംസങ്ങിന്റെ, അതിൻ്റെ അകത്ത് ഞാൻ വേണ്ടി പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ കൊണ്ട് കമന്റ് ഇട്ടു. അവൻ സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ മറ്റേ കൺസ്യൂമർ കോഡിന്റെ ഇതൊക്കെ. അവനത് എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് സകലമായ കാര്യങ്ങളും എടുത്ത് വീണ്ടും ഇമെയിൽ അയച്ച് ഞാനത് ഫുള്ള് സ്പ്രെഡ് ചെയ്യും, എല്ലാം നാറ്റ കേസാകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞപ്പോഴാണ് അവസാനം അവർ 500 രൂപ എങ്ങാണ്ട് സർവീസ് ചാർജ് മാത്രം മേടിച്ചിട്ട് അവന് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നത്. കിട്ടും വലിയ പ്രോസസ്സാ. അതെ അതെ. ഓക്കെ പോയിക്കോ. ഓക്കെ ബൈ.